ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് DIY ക്വിക്ക് ബോർഡാണ്. എല്ലാ ആസ്തറ്റിക് ഡെസ്കിൻ്റെ മുകളിലും ഇങ്ങനെ DIY ആയിട്ടുള്ള കുറേ ക്വിക്ക് ബോർഡ് കാണാറുണ്ട്. ചിലവർ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ അത്ര പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഇത് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതും A4 ഷീറ്റോ ഏതെങ്കിലും പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ നോട്ട്ബുക്കിൻ്റെ പേജസാണ് ഞാൻ ഒട്ടിക്കുന്നത്. എന്നിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. വിത്തൗട്ട് ഗ്ലൂ ആയിട്ടാണല്ലോ ഇന്ന് ചെയ്യാൻ പോണത്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ബോക്സസ് ഉണ്ടാക്കാനാണ്. അത് നമ്മുടെ വേസ്റ്റ് ബോക്സ് എടുത്തിട്ട് പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ട് ഡബിൾ സീറോ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. എൻ്റെ ഡബിൾ സീറോ ടേപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ടൊക്കെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം ഒരു നീണ്ട ഒരു ബോക്സ് എടുത്തു. പിന്നെ ഈ ഒരു ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂട്ടി ക്രഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെയാണ്. അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ആസ്തറ്റിക്കാണ്. അത് പൊറഞ്ഞു പോകുന്നു ഗൈസ്, അതുകൊണ്ട് ഒന്നും കൂടി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. വേഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്തത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബോക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലുണ്ടാക്കാനായിട്ട് എൻ്റെ ഈ പാസ്റ്റൽ അക്രിലിക്കിൻ്റെ ഞാൻ എടുത്തിട്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ബോക്സാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനത്തെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 2 കാർഡ്ബോർഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആ ഒരു സൈസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും പേപ്പർ വെച്ച് റാപ്പ് ചെയ്താൽ നമുക്കൊരു ബോക്സായി കിട്ടി. പിന്നെ അതെങ്ങനെ ഒട്ടിക്കണമെന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇത് അതിൻ്റെ കൂടെ ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് അടുത്തതും അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ 2 ചെയ്തെടുത്ത ബോക്സ് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക.